ഹരേ കൃഷ്ണ. നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. മഴ പെയ്യുന്ന ഒരു രാത്രി ഓടിട്ട പഴയ വീടിൻ്റെ ഉമ്മറത്തെ മാധവൻ തലയിൽ കൈവച്ച് ഇരിക്കുകയാണ്. അകത്തു നിന്ന് അവൻ്റെ 6 വയസ്സുകാരി മകൾ മാളുവിൻ്റെ നിർത്താതെയുള്ള ചുമ കേൾക്കാം. ഈശ്വര, ഇതിപ്പോൾ തീരില്ലേ? മരുന്നിന് വാങ്ങിയ കടം വീട്ടാൻ പോലും വഴിയില്ല. ഇനി ആരോട് ചോദിക്കും? മാധവൻ്റെ ഭാര്യ സുമിത്ര അവിടേക്ക് വരുന്നു. അവരുടെ കയ്യിൽ ഒരു പഴയ പത്രക്കടലാസുണ്ട്. ഇന്ന് പണിക്ക് പോയിട്ട് കിട്ടിയത് ഇതിന് തികയില്ല മാധവേട്ട. ഡോക്ടർ പറഞ്ഞത് സർജറി കഴിഞ്ഞില്ലെങ്കിൽ അവൾക്ക്. സുമിത്ര വിതുമ്പി. മാധവൻ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ കണ്ണുകൾ ഉമ്മറത്തെ തൂണിൽ ചാരി വെച്ചിരിക്കുന്ന ആ പഴയ മരത്തടിയിൽ ഉടക്കി നിൽക്കുന്നു. അവൻ ഒരു ആശാരിയാണ്, പക്ഷേ കൈകൾ വിറയ്ക്കുന്നു. മാധവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, നാളെ പളനിക്ക് പോകണം. അവിടെ ആരെങ്കിലും കണ്ടുമുട്ടാതിരിക്കില്ല. ആ മല കയറിയാൽ എൻ്റെ മാളുവിനെ അവൻ കാക്കുമെങ്കിൽ കാക്കട്ടെ. പക്ഷേ ആ രാത്രി നടന്നത് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നായിരുന്നു. വെളുപ്പിനെ മാധവൻ പഴനിയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് പരിചയക്കാരൻ വേലായുധനെ കാണുന്നു. വേലായുധൻ, മാധവ, ഈ അവസ്ഥയിൽ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? കയ്യിൽ പണമില്ല, മകൾക്കാണെങ്കിൽ അസുഖം. നീ എന്ത് വിശ്വസിച്ചാണ് പോകുന്നത്? മാധവൻ പറഞ്ഞു, എനിക്കറിയില്ല വേലായുധ, പക്ഷേ എൻ്റെ ഉള്ളിൽ ആരോ വിളിക്കുന്നത് പോലെ. ആ വെയിൽക്കാരൻ കൈവിടില്ലെന്ന് ഒരു തോന്നൽ. യാത്ര തുടങ്ങി. കൊടും വെയിൽ. മാധവൻ്റെ കാലുകൾ പൊള്ളുന്നു. ഓരോ ചുവടിലും അവൻ മുരുക എന്ന് മന്ത്രിക്കുന്നുണ്ട്. പെട്ടെന്ന് കാൽവഴുതി മാധവൻ വീഴാൻ പോകുന്നു. അടുത്ത നിമിഷം അവൻ കണ്ടത് അവനെ ഞെട്ടിച്ചു കളഞ്ഞു. മലയടിവാരം. മാധവൻ വീഴാൻ പോയപ്പോൾ ഒരു ചെറിയ ബാലൻ അവൻ്റെ കൈ പിടിച്ച് മാറ്റുന്നു. മഞ്ഞപ്പട്ട് ചുറ്റിയ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ട്. ഒരു തമിഴ് ബാലൻ. ആ കുട്ടി മാധവനോട് പറഞ്ഞു, സ്വാമി, പതുക്കെ പോങ്ക, മല കയറാൻ ധൃതി വേണ്ട, മനസ്സ് മതി. മാധവൻ ശ്വാസം കിട്ടാതെ, നീ ആരാ മോനെ? നീ ഒറ്റയ്ക്കാണെന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉള്ളതാ, തളർന്നു പോയോ? ഇതാ ഈ പഞ്ചാമൃതം കഴിച്ചാലും എന്ന് പറഞ്ഞു. കുട്ടി നൽകിയ പഞ്ചാമൃതം കഴിച്ചതും മാധവൻ്റെ ശരീരത്തിലെ തളർച്ചയാകെ പമ്പ കടന്നു. അവൻ്റെ വിറയ്ക്കുന്ന കൈകൾക്ക് ഒരു അസാമാന്യ ബലം കിട്ടുന്നത് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ കുട്ടി അപ്പോൾ അവിടെ നിന്നും അപ്രത്യക്ഷനായിരുന്നു. അവൻ അപ്പോൾ അറിഞ്ഞില്ല അത് വെറുമൊരു കുട്ടിയല്ലെന്ന്. പഴനിയുടെ മലമുകളിൽ മാധവൻ മുരുകൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുന്നു. കണ്ണീരൊഴുക്കി അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കയ്യിൽ ആകെയുള്ളത് 10 രൂപയാണ്. അത് കാണിക്കവഞ്ചിയിലിട്ടു. മാധവൻ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ അപ്പാ, എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. തിരികെ ഇറങ്ങുമ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ മാധവനെ തടഞ്ഞു നിർത്തുന്നു. വൃദ്ധൻ പറഞ്ഞു, നീ തടിപ്പണി ചെയ്യുന്ന ആളല്ലേ? ഇതാ ഈ വടിയൊന്ന് നന്നാക്കി തരണം. എൻ്റെ കയ്യിൽ പണമില്ല, പകരം ഇതാ ഇത് വെച്ചോളൂ. വൃദ്ധൻ നൽകിയത് ഒരു തുരുമ്പിച്ച ചെറിയ ലോഹ കഷ്ണമായിരുന്നു. മാധവൻ അത് വാങ്ങി നോക്കി. അതൊരു ചെറിയ വേലായിരുന്നു. മാധവൻ അങ്ങനെ അതൊക്കെ ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി. തിരിച്ചെത്തിയ മാധവൻ കാണുന്നത് അത്ഭുതമാണ്. മകൾ മാളു ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. സുമിത്ര അത്ഭുതത്തോടെ നിൽക്കുന്നു. സുമിത്ര, മാധവേട്ട, ഒരു ഡോക്ടർ ഇവിടെ വന്നു. നേരത്തെ വന്ന അതേ പത്രക്കടലാസിലെ പരസ്യം കണ്ട് വന്നതാണത്രേ. സൗജന്യമായി സർജറി ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടറുടെ പേരും മുരുകൻ എന്നായിരുന്നു. മാധവൻ അപ്പോൾ തന്നെ തൻ്റെ സഞ്ചി തുറന്നു. ആ വൃദ്ധം നൽകിയ ആ തുരുമ്പിച്ച വെയിൽ നോക്കി. അത് അപ്പോൾ തങ്കം പോലെ വെട്ടിത്തിളങ്ങുന്നു. അതിൻ്റെ ഉള്ളിൽ കുത്തിവെച്ചിരിക്കുന്നു, ഭയമെന്തിന്, ഞാനുണ്ടല്ലോ, ഭയമെതുക്ക്, ഞാനിറക്കിയെന്ന്. മാധവൻ മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവനറിഞ്ഞു ആ മല കയറിയത് താനല്ല, തന്നെ അവൻ ചുമരേറ്റുകയായിരുന്നു എന്ന്. ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം അങ്ങനെ മാധവന് ലഭിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്താൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.